ഓരോ ഉത്സവകാലം വന്നാലും വീട്ടിലേക്ക് ചെറിയൊരു സാധനം വാങ്ങണമെങ്കിലും നമ്മൾ നേരെ കടയിലേക്ക് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ രീതി ആകെ മാറ്റിമറിച്ചത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളാണ്. വീട്ടിലിരുന്ന് വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ തുടങ്ങിയ എന്തും വാങ്ങാമെന്നായി. ഇന്ത്യൻ ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ആമസോണും ഫ്ലിപ്കാർട്ടും അല്ലേ? കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വലിയ ഗോഡൌണുകളും സ്വന്തമായി വിതരണ ശൃംഖലയും ഒക്കെയായി അവർ ഈ രംഗം അടക്കി വാഴുകയായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ, വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വന്ന് ഈ ഭീമന്മാരെയെല്ലാം പിന്നിലാക്കി ഒന്നാമതായി മാറിയ ഒരു കമ്പനിയുണ്ട്, മീഷോ. എങ്ങനെയാണ് മീഷോ ഈ അവിശ്വസനീയമായ വിജയം നേടിയത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം വലിയ നഗരങ്ങളിലെ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചപ്പോൾ മീഷോയുടെ കണ്ണ് ഇന്ത്യയിലെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സാധാരണക്കാരിലേക്കായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് എന്നാൽ നല്ല സാധനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. ഇന്ത്യയുടെ പകുതിയിലധികം വരുന്ന ഈ വലിയ വിപണിയാണ് മീഷോയുടെ ലക്ഷ്യമായി മാറിയത്. മീഷോയുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം കമ്മീഷൻ ഇല്ല എന്നതാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം കച്ചവടക്കാരിൽ നിന്ന് ഓരോ വിൽപ്പനയ്ക്കും ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ ഈടാക്കുമ്പോൾ മീഷോയുടെ നയം സീറോ കമ്മീഷനാണ്. അതായത് ₹1 പോലും കമ്മീഷനായി മീഷോ എടുക്കുന്നില്ല. ഒരു സാധനം വിറ്റാൽ കിട്ടുന്ന പണം മുഴുവൻ അത് വിൽക്കുന്ന ചെറുകിട വ്യാപാരിക്ക് നേരിട്ട് ലഭിക്കും. ഇത് വലിയൊരു വിപ്ലവമായിരുന്നു. പരമ്പരാഗതമായി കൈത്തൊഴിലുകളും മറ്റും ചെയ്തു വരുന്ന ആയിരക്കണക്കിന് ചെറുകിട നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ ഇതൊരു സുവർണ അവസരമായി മാറി. 2015 മീഷോ തുടങ്ങിയത് ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലായിരുന്നു. എന്നാൽ റീസെല്ലിംഗ് എന്ന ആശയം മീഷോയെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കിടയിൽ സൂപ്പർ ഹിറ്റ് ആക്കി. എന്താണ് ഈ റീസെല്ലിംഗ്? മീഷോ ആപ്പിലുള്ള സാധനങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും എടുത്ത് സ്വന്തം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഒരു ചെറിയ ലാഭം ചേർത്ത് വെച്ച് വിൽക്കുക. ഓർഡർ കിട്ടിയാൽ മീഷോ ആപ്പിൽ ഉപഭോക്താവിന്റെ വിലാസം നൽകിയാൽ മതി. മീഷോ ആ സാധനം നേരിട്ട് ഉപഭോക്താവിന്റെ വീട്ടിലെത്തിക്കും. ഇതിലൂടെ ഒരു മുതൽ മുടക്കുമില്ലാതെ ആയിരക്കണക്കിന് വീട്ടമ്മമാർ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ തുടങ്ങി. ഇത് മീഷോയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. മീഷോയിലെ ഒരു ശരാശരി ഓർഡറിന്റെ മൂല്യം വെറും ₹260. ഇത് ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും ശരാശരി ഓർഡർ മൂല്യത്തെക്കാൾ വളരെ കുറവാണ്. എന്നാൽ ഈ കുറഞ്ഞ വില തന്നെയാണ് മീഷോയുടെ വിജയവും. വില കുറവായതുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ മീഷോയെ ഉപയോഗിക്കുന്നു. ഇത് കൂടുതൽ കച്ചവടക്കാരെ ആകർഷിക്കുന്നു. അങ്ങനെ മീഷോ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് മീഷോയിൽ 5.75 ലക്ഷത്തിലധികം സജീവ വിൽപ്പനക്കാരുണ്ട്. ഇവരെയെല്ലാം GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സാധാരണക്കാരായ ചെറുകിട നിർമ്മാതാക്കളാണ്. ഏകദേശം 21 കോടി ആളുകളാണ് മീഷോ വഴി സാധനങ്ങൾ വാങ്ങുന്നത്. കമ്മീഷൻ വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മീഷോയ്ക്ക് വരുമാനം ലഭിക്കുന്നത്? പ്രധാനമായും 2 വഴികളിലൂടെയാണ്. ഒന്ന്, ലോജിസ്റ്റിക് അഥവാ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ചാർജിലൂടെ. 2, തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വ്യാപാരികൾക്ക് പരസ്യം ചെയ്യാനുള്ള അവസരം നൽകുന്നതിലൂടെ. 2025 സാമ്പത്തിക വർഷത്തിൽ മീഷോയുടെ പ്രവർത്തന വരുമാനം 9,390 കോടി രൂപയായിരുന്നു. ഇപ്പോൾ ഈ വിജയഗാഥ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മീഷോ ഉടൻ തന്നെ IPO വഴി ഓഹരി വിപണിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിലൂടെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് കൂടുതൽ വളരാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഏവരും ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന IPOകളിൽ ഒന്നാമതായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുക്കത്തിൽ, വലിയ ബ്രാൻഡുകൾക്ക് പിന്നാലെ പോകാതെ ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളെയും ചെറുകിട കച്ചവടക്കാരെയും മനസ്സിലാക്കി അവർക്കായി ഒരു ലോകം തുറന്നു കൊടുത്തതാണ് മീഷോയുടെ വിജയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.